വേനലവധി ആരംഭിക്കുന്നതിൻ്റെ തലേന്ന് മാസ്റ്ററുടെ അറിയിപ്പുണ്ടായി. നാളെ നമ്മൾ ക്യാമ്പിങ്ങിന് പോകുന്നു. എല്ലാവരും പൈജാമയും കമ്പിളിയുമൊക്കെയായി നാളെ വൈകുന്നേരം സ്കൂളിലെത്തണം. മാസ്റ്റർ കൊടുത്തയച്ച കുറിപ്പുമായി ടോട്ടോച്ചാൻ വീട്ടിലെത്തി. ക്യാമ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ അമ്മേ? അവൾ അമ്മയോട് സംശയം പ്രകടിപ്പിച്ചു. അമ്മയ്ക്കും കൗതുകമായിരുന്നു. പുറത്തെവിടെയെങ്കിലും കൂടാരമടിച്ച് അതിനുള്ളിൽ ഉറങ്ങുക, അതാണ് ക്യാമ്പിംഗ്. അങ്ങനെ ആയിരിക്കും. കൂടാരത്തിൽ കിടന്നുറങ്ങിയാലേ മുകളിൽ നക്ഷത്രങ്ങൾ കാണാം, ആകാശം കാണാം, അമ്പിളിയമ്മാവനെ കാണാം. പക്ഷെ നിങ്ങൾ എവിടെയാണ് ക്യാമ്പിങ്ങിന് പോകുന്നത്? കൂടാരം അടിക്കുന്ന എവിടെയാണ് എന്ന് ഈ കുറിപ്പിൽ എഴുതിയിട്ടില്ലല്ലോ. ചിലപ്പോ സ്കൂളിനടുത്ത് എവിടെയെങ്കിലും തന്നെ ആയിരിക്കും. അന്ന് രാത്രി യാമങ്ങളോളം നമ്മുടെ ടോട്ടോച്ചാന് ഉറങ്ങാനായില്ല. ക്യാമ്പിങ്ങിനെ കുറിച്ചുള്ള വിചാരങ്ങൾ ആ കൊച്ചു തലയ്ക്കുള്ളിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. അത്യുജ്വലമായ ആ സാഹസം, ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒന്ന്, അതെങ്ങനെയായിരിക്കും? അവളുടെ ഹൃദയം പടപടാമിടിച്ചു. ടോട്ടോച്ചാൻ വെളുപ്പിനെ ഉണർന്നു. തനിക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചു. കിറ്റിനുള്ളിൽ എല്ലാം എടുത്തു വച്ചു. ഏറ്റവും ഒടുവിൽ കമ്പിളിയും പൈജാമയും ഉള്ളിലേക്ക് തള്ളിക്കയറ്റി. എങ്കിലും ആ സായാഹ്നത്തിൽ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ടോട്ടോച്ചാന് എന്തുകൊണ്ട് ഒരു ചെറിയ ഭയം തോന്നി. താൻ തീരെ ചെറിയ കുട്ടിയാണല്ലോ എന്ന് അവൾ തനിയെ ഓർത്തുപോയി. സ്കൂളിൽ കുട്ടികളെല്ലാവരും ഒത്തുചേർന്നു. മാസ്റ്റർ പറഞ്ഞു, നമുക്ക് അസംബ്ലി ഹാളിലേക്ക് പോകാം, എല്ലാവരും നടക്കൂ. എല്ലാവരും ഹാളിലെത്തി. മാസ്റ്റർ മുന്നിലെ ഇടുങ്ങിയ സ്റ്റേജിലേക്ക് പ്രവേശിച്ചു. പശിമയുള്ള ഉറപ്പുള്ള എന്തോ ഒന്ന് അവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു കൂടാരമായിരുന്നു, പച്ച നിറത്തിലുള്ള ഒന്ന്. കൂടാരം ഉയർത്തുന്നത് എങ്ങനെയെന്നറിയോ നിങ്ങൾക്ക്? കൂടാരത്തുണിയുടെ കെട്ടുകൾ അഴിച്ച് ഓരോന്നായി വിടർത്തിയിട്ടുകൊണ്ട് മാസ്റ്റർ ചോദിച്ചു. ഇത് ഉറപ്പിക്കാൻ പോവുകയാണ് ഞാൻ, എല്ലാവരും ശ്രദ്ധിച്ചു നോക്കണോട്ടോ. കിതച്ച് ഇടയ്ക്കിടയ്ക്ക് ഒരു ദീർഘശ്വാസം വിട്ട് മാസ്റ്റർ ഒറ്റയ്ക്ക് കൂടാരം ഉയർത്താൻ ആരംഭിച്ചു. കയറുകൾ പല വഴിക്ക് വലിച്ചു കെട്ടി, തുണികൾ ഉയർത്തി നിർത്തി. കുട്ടികളുടെ ആശ്ചര്യം മുരൾച്ചകളായി മാറുന്നതിന് മുൻപ് തന്നെ അതാ ഒരൊന്നാം തരം കൂടാരം മാസ്റ്റർ ഉയർത്തി. ഇനി നമ്മൾ എല്ലാവരും കൂടി ഈ ഹാളിൽ നിറയെ കൂടാരങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ്. എന്താ, തുടങ്ങുകയല്ലേ? മാസ്റ്റർ പറഞ്ഞു. തുറസ്സുകളിൽ എവിടെയെങ്കിലും ആയിരിക്കും കൂടാരം അടിക്കുക എന്നതാണ് മറ്റാരെയും പോലെ അമ്മയും ധരിച്ചിരുന്നത്. പക്ഷേ മാസ്റ്റർ മറ്റു ചില കാര്യങ്ങൾ കൂടി കണക്കിലെടുത്തിരുന്നു. പുറത്ത് രാത്രിയിൽ കടുത്ത തണുപ്പുണ്ടെങ്കിലോ, മഴ പെയ്താലോ? ഹാളിനുള്ളിലാവുമ്പോൾ കുട്ടികൾ തികച്ചും സുരക്ഷിതരായിരിക്കും. അങ്ങനെയാണ് മാസ്റ്റർ തീരുമാനിച്ചത്. ക്യാമ്പിംഗ് ക്യാമ്പിംഗ് ക്യാമ്പിംഗ്, കുട്ടികൾ ആർത്തു വിളിച്ചു. ഹർഷോന്മാദങ്ങൾക്കിടയിൽ കുട്ടികൾ ചെറു സംഘങ്ങളായി വിഭജിക്കപ്പെട്ടു. ജോലികളൊക്കെ പകുത്തുകൊടുത്തു. അധ്യാപകരുടെ സഹായത്തോടെ ആവശ്യമുള്ള അത്രയും കൂടാരങ്ങൾ ആ ഹാളിനുള്ളിൽ ഉയർന്നു. ഓരോന്നും 3 പേർക്ക് കിടക്കാൻ പാകത്തിലുള്ളവയാണ്. ടോട്ടോച്ചാൻ തിടുക്കത്തിൽ ബാഗിൽ നിന്ന് പൈജാമ എടുത്ത് ധരിച്ചു. കുട്ടികൾ ആഹ്ലാദത്തോടെ കൂടാരങ്ങൾ തോറും ഇഴഞ്ഞു നടന്നു. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക്, അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക്. എണ്ണമറ്റ പരസ്പര കൂടാര സന്ദർശനങ്ങൾ. എല്ലാവരും അവരവരുടെ പൈജാമയ്ക്കുള്ളിലായി കഴിഞ്ഞിരുന്നു. ഏവർക്കും കാണാനാവും വിധം കൂടാരങ്ങൾക്ക് നടുവിൽ ഒരിടത്ത് മാസ്റ്റർ ഇരുന്നു. വിദേശങ്ങളിലേക്കുള്ള തന്റെ യാത്രകളെക്കുറിച്ച് കൊബായാഷി മാസ്റ്റർ കുട്ടികളോട് പറഞ്ഞുകൊണ്ടിരുന്നു. തങ്ങൾ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത പുറം നാടുകളിലെ കഥകൾ കുട്ടികൾ വിസ്മയത്തോടെ, കൗതുകത്തോടെ കേട്ടിരുന്നു. ചിലർ കൂടാരത്തിൽ നിന്ന് തല മാത്രം പുറത്തേക്കിട്ട് കിടന്നു. ചിലർ വിടർന്ന കണ്ണുകളോടെ ഒന്ന് നിവർന്നിരുന്നു. ചെറിയ കുട്ടികൾ മുതിർന്ന കുട്ടികളുടെ മടിയിൽ തല വെച്ചു കിടന്നു. മനം മയക്കുന്ന ഒരുപാട് കഥകൾ, കഥകളിൽ കടന്നു വന്ന കഥാപാത്രങ്ങൾ, അജ്ഞാത ദേശങ്ങളിലെ കുട്ടികൾ തങ്ങളുടെ ചങ്ങാതിമാരായി തീർന്നതായി കുട്ടികൾക്ക് അനുഭവപ്പെട്ടു. അവർക്ക് അങ്ങനെ തോന്നി. അസംബ്ലി ഹാളിൽ തീർത്ത കൂടാരങ്ങൾക്കുള്ളിലെ സഹശയനം എത്ര ലളിതമായ ഒരു സംരംഭമാണ് അല്ലെ? പക്ഷേ ടോമോയിലെ കുട്ടികൾക്ക് അതൊരു അപൂർവമായ അനുഭവമായിരുന്നു. വിസ്മയവും ആഹ്ലാദവും നിറഞ്ഞ, വിലമതിക്കാനാവാത്ത ഒന്ന്. ഓർമ്മകളിൽ എന്നും പച്ചപിടിച്ചു നിൽക്കുന്ന ഒന്ന്. കുട്ടികൾക്ക് സന്തോഷം പകരേണ്ടത് എങ്ങനെ എന്ന് ടോമോ സ്കൂളിലെ കൊബായാഷി മാസ്റ്റർക്ക് നന്നായി അറിയാമായിരുന്നു. മാസ്റ്റർ കഥകളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഹാളിലെ വിളക്കുകൾ എല്ലാം അണഞ്ഞു. കുട്ടികൾ ഓരോരുത്തരും
തങ്ങളുടെ ഉറക്കറയിലേക്ക് ഉൾവലിഞ്ഞു. ചില കൂടാരങ്ങളിൽ നിന്ന് ചിരിയുടെ അലകൾ ഉയർന്നു, ചിലയിടങ്ങളിൽ നിന്ന് അടക്കം പറച്ചിലുകൾ. ദൂരെ ഏതോ ഒരു കോണിലെ കൂടാരത്തിൽ നിന്ന് ഒരു കെട്ടിമയറിയലിന്റെ പൊട്ടിച്ചിരിയും കിലുകിലാരവും. പിന്നെ ശബ്ദങ്ങൾ കുറേശ്ശെ ഒടുങ്ങി. എല്ലാം പൂർണ്ണ നിശബ്ദം. കണ്ണു ചുമന്ന നക്ഷത്രങ്ങളോ ചന്ദ്രികയോ ഇല്ലാത്ത ഒരു ക്യാമ്പിംഗ് എന്ന് പരമ്പരാഗതമായി കേൾക്കുമ്പോൾ തോന്നുന്ന ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ക്യാമ്പിംഗ് ആയിരുന്നു ടോമോ സ്കൂളിലേത്. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് അത് ഏറെ ആസ്വാദ്യകരമായിരുന്നു. ആ അസംബ്ലി ഹാൾ അവരെ സംബന്ധിച്ചിടത്തോളം തമ്പുകൾ നിറഞ്ഞ ഒരു തുറസ്സു തന്നെയായിരുന്നു. സ്മരണ, അതിന്റെ നിലാവും നക്ഷത്ര വിളക്കുകളും കൊണ്ട് ആ രാത്രിയെ എന്നേക്കുമായി പൊതിഞ്ഞു.